ഹലോ, ശരത് വശിക്കാരനാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വേറെ ഒന്നല്ല, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 30 നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നാളെ എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇവിടെ ചെറിയ പെരുന്നാൾ. അപ്പോൾ എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. നമുക്ക് 2 ദിവസം ലീവാണ്. കമ്പനിയിൽ വെള്ളി ശനിയും അവധിയാണ്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനും ചെറിയ രീതിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ച്. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം ഞാനിപ്പോൾ 2-3 വീഡിയോ കിട്ട്. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞ് 2-3 ഒരു 10-15 വീഡിയോ ഞാൻ ചെയ്തേക്കണ്. കൂടുതലും നമ്മൾ ക്രിക്കറ്റിൻ്റെ, ഇന്ത്യയുടെ വേൾഡ് കപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ 2-3 ആൾക്കാർ എന്നോട് വന്നിട്ടും പറഞ്ഞ് ഈ ഒരു കണ്ടന്റ് മാത്രം കൊണ്ട് പറ്റൂല, അങ്ങനെ അപ്പോൾ വേറെ എന്തെങ്കിലും നോക്കി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ഞാനൊരു ചെറിയ നോമ്പോറയുടെ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടേച്ച്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളിപ്പോൾ ഞങ്ങൾ പറയണ എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ എനിക്കിതിനു മുമ്പ് വീഡിയോ ഒന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ എല്ലാവരും എല്ലാം ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ലീഡർ മാത്രമല്ല, എനിക്ക് കൂടുതൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ല നമ്മൾ പറയേണ്ടത്. വെറുതെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലും അറിയാവുന്ന ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ശ്രമിക്കാം ഇനി വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ കിട്ടിയിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റാക്കി ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ പേര് എന്നെ ഇങ്ങനെ വിമർശിച്ച് എപ്പോഴും ക്രിക്കറ്റ് കളിയുടെ കാര്യം മാത്രമേ വീഡിയോ ചെയ്യണുള്ളൂ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രമേ പറയണത്. അപ്പം ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എനിക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ചെറിയ കണ്ടന്റാണ് കഴിഞ്ഞ ദിവസം ഇട്ടേച്ച്. ഒരു നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നമ്മളൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ നോമ്പുറം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ 30 ദിവസത്തെ എന്താ പറയണത്, നോമ്പ് കഴിഞ്ഞിട്ട് നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് പെരുന്നാളിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല കണ്ടന്റ് എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും നല്ല കണ്ടന്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇടും. എനിക്ക് ഇതിനെക്കുറിച്ച് മുൻപരിചയമൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ ഞാൻ ചെയ്യണേണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലിലോട്ട് മുന്നിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി കൂടുതൽ വീഡിയോകൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും. അതുപോലെ എന്നെ കൊണ്ടാവണ രീതിയിൽ ഞാൻ ചെയ്യും. അല്ലാതെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് നോക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതിനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ ആ കമൻറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളനുസരിച്ചിട്ട് ആ രീതിയിൽ വീഡിയോ ചെയ്യാം. പിന്നെ ക്രിക്കറ്റിൻ്റെ വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ക്രിക്കറ്റ് കളിയുടെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ സഞ്ജു സാംസൻ്റെ വീഡിയോ അങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു സാംസൻ്റെ വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഞ്ജു സാംസൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ടാണ് സഞ്ജു സാംസൻ്റെ വീഡിയോ ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ വേറെ കാര്യമുണ്ട്, IPL തുടങ്ങുമ്പോൾ IPLൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. ഓക്കെ, നമുക്ക് അറിയാം. പിന്നെ അതുപോലെ നിങ്ങൾ കുറേ പേര് എന്നോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും കണ്ടന്റ് നോക്കിയിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ജോലിയൊക്കെ ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് സമയം കിട്ടണ പോലെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ IPL വരുമ്പോൾ IPLൻ്റെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ എനിക്ക് കിട്ടണമെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്താണ് പറയണത്, സംസാരം ഒന്ന് ശരിയാക്കുക, വീഡിയോ ഇങ്ങനെ ക്രിക്കറ്റിൻ്റെ മാത്രം വീഡിയോ ഇടരുത്. അപ്പോൾ ഞാൻ അങ്ങനെ ക്രിക്കറ്റിൻ്റെ മാത്രം വീഡിയോ ഒന്നും ഇട്ടേച്ച്, കുറേ വീഡിയോ ഇതിന് മുമ്പത്തെ ചാനൽ ഞാൻ ഇട്ടേച്ച്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തോ കോപ്പിറൈറ്റ് പ്രോബ്ലമൊക്കെ കൊണ്ട് നമുക്ക് പാട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്
അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല. നമ്മുടേതായിട്ടുള്ളൊരു കുറച്ച് കുറവുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും കുറവുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ കുറവുകൾ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ നോക്കാം, നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കാണണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നല്ല കണ്ടന്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ചാൽ കുറേ പേര് എന്നോട് പറഞ്ഞ് ക്രിക്കറ്റിൻ്റെ കാര്യം മാത്രമേ ഇടണുള്ളൂ. ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് ഇടണത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അറിയാൻ പാടാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ കൂടുതൽ അതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം, എന്തെങ്കിലും കണ്ടന്റ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്നൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ഈദ് മുബാറക്. ഓക്കെ, സൈനിങ് ഔട്ട് ഓഫ് ശരത് കോച്ചിക്കാരൻ.